ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് അത് അതുയർത്തിവിട്ട പ്രശ്നങ്ങൾ ബി ജെ പിക്ക് ചെറുതല്ലാതെ ഉണ്ട്. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ്, കോൺഗ്രസിന് കൊടുക്കുന്ന നോട്ടീസുകൾ, ഇതൊക്കെ ഈ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെ ശ്രദ്ധ തിരിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ അറസ്റ്റിലൂടെയും ഇൻകം ടാക്സ് നോട്ടീസിലൂടെയും അതിൽ അവർ കുറേയൊക്കെ വിജയിച്ചു എന്ന് കരുതണോ? കാരണം ഇലക്ട്രൽ ബോണ്ട് ഇപ്പോൾ ഈ സിനാരിയോയിൽ അത്ര സജീവമായ ഒരു ചർച്ചാ വിഷയമായി നമ്മുടെ മുമ്പിലില്ലല്ലോ. അതല്ല, തീർച്ചയായിട്ടും ബി ജെ പി ഞാൻ പറഞ്ഞില്ല, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആവനാഴിയിൽ അസ്ത്രങ്ങൾ ഒതുക്കാത്ത ഒരു രാഷ്ട്രീയ ആവനാഴിയോടുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അതുമായിട്ട് മുന്നോട്ട് പോകാനും ഒക്കെയുള്ള അവരുടെ കഴിവ് വളരെ പ്രസിദ്ധമാണ്. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ മാത്രമല്ല, എത്രയോ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എത്രയോ ദശാബ്ദങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ചുരുങ്ങിയതൊരു 3 ദശാബ്ദമായിട്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ബി ജെ പിയുടെ അസാമാന്യമായിട്ടുള്ള അവരുടെ ഈ മെനോബിലിറ്റി കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു മെനോബിലിറ്റിയുള്ള പാർട്ടിയാണ് തീർച്ചയായും കേജ്രിവാളിന്റെ അറസ്റ്റ് ഒക്കെ ആ ലെവലിൽ ഈ പറഞ്ഞ രീതിയിൽ പ്രതിപക്ഷത്തെ സൈഡ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമായിരിക്കാം, അല്ലെങ്കിൽ ആ നീക്കമാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട. പക്ഷേ അതിൻ്റെ ഇഫക്റ്റ്, ആ സാധനത്തിൻ്റെ ഇഫക്റ്റ് ബി ജെ പി വിചാരിച്ച മാതിരിയല്ല ഗ്രാസ് റൂട്ട്സിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ പ്രചരിക്കുന്നത് എന്നുള്ളതാണ് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇവിടെ. ഇത് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണി ഡൽഹിയിൽ നടത്തിയ റാലിയിൽ ഈ ജനാധിപത്യം അപകടത്തിൽ എന്നുള്ള ഒരു മുദ്രാവാക്യം അവർ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട്, ഇത് വളരെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ പുതിയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഉപയോഗിക്കുന്നു, CBI ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഈ ഇൻകം ടാക്സിന് ഉപയോഗിക്കുന്നു. ഈ ആക്ഷേപം നേരത്തെ മുതലുണ്ട്. പ്രതിപക്ഷ നേതാക്കളിൽ ഇപ്പോൾ 121 രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ കേസെടുത്തപ്പോൾ അതിൽ 115 പേരും പ്രതിപക്ഷത്തുള്ള നേതാക്കളാണ് എന്നുള്ള വിവരങ്ങളൊക്കെ നമ്മളുടെ മുമ്പിലുണ്ട്. പക്ഷേ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും കോൺഗ്രസ് നൽകിയ നോട്ടീസും കോൺഗ്രസിന് പുറത്തുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നോട്ടീസ് നൽകാനുള്ള ശ്രമങ്ങളും ഇതൊക്കെ കുറെ കൂടെ തുറന്നുകൊണ്ട് തന്നെ ഈ ഭരണകൂടത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് കുറെ കൂടെ എക്സ്പ്ലിസിറ്റായി നാട്ടുകാരോട് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയോ, പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ മുമ്പിൽ നിൽക്കുമ്പോൾ? ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഞാൻ പറഞ്ഞത്, എനിക്കിപ്പോൾ ഗ്രാസ് റൂട്ട്സ് കിട്ടുന്ന ഫീഡ്ബാക്കിൽ മുഴുവൻ ആൾക്കാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. അതായത് ഈ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നേരത്തെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഈ ജനാധിപത്യം അപകടത്തിലാണ് എന്ന് പറയുന്ന ഈ കാര്യം, അത് കൂടുതൽ പ്രകടവും ഓപ്പണും ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ്. ഗ്രാസ് റൂട്ട്സിൽ നിന്ന് പ്രത്യക്ഷത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടും ഒന്നും അടുപ്പമില്ലാത്ത, അല്ലെങ്കിൽ മോദി ഒരു നല്ല നേതാവാണെന്ന് കണ്ടിരുന്ന ആൾക്കാർ പോലും ഈ തരത്തിൽ പ്രതിഫലിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ്, എക്സ്പ്രസ്സിന് ഒരു ഹിന്ദി പത്രമുണ്ട്, പക്ഷെ അത് വലിയ രീതിയിൽ വ്യാപകമായ പ്രചാരമുള്ളതല്ല, വെബ്സൈറ്റൊക്കെയുള്ള പത്രമാണ്. പക്ഷേ ഈ ഇന്ത്യൻ എക്സ്പ്രസ്, ഡൽഹിയിലെ ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ന് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോറി, കഴിഞ്ഞ 2014 ശേഷം, മോദി അധികാരത്തിൽ വന്നതിന് ശേഷം 25 പ്രതിപക്ഷ നേതാക്കന്മാർ പ്രതിപക്ഷ പാർട്ടികൾ വിട്ടിട്ട് ബി ജെ പി ചേർന്നു. അതിൽ അവരിൽ 25 പേർക്ക് അവർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 25 പേരിൽ 23 പേര് ബി ജെ പിയിൽ ചേർന്നതിന് ശേഷം അവർക്കെതിരെ ഉണ്ടായിരുന്ന അഴിമതി കേസുകൾ ഇല്ലാതായി എന്ന് പറയുന്ന സാധനം. ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ പ്രഫുൽ പട്ടേലിൻ്റെ കാര്യം കാണുകയുണ്ടായി. ഈ പരതി ബി ജെ പിയുടെ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്ന രവീഷ് കുമാർ ഉണ്ടാക്കിയിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു പ്രയോഗമാണിത്. അദ്ദേഹമാണല്ലോ ഈ ബി ജെ പിയുടെ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്ന ഈ പ്രയോഗം ലോകത്തിന് സംഭാവന ചെയ്തു. അപ്പോൾ ആ ഒരു വാഷിംഗ് മെഷീൻ്റെ ഒരു പ്രയോഗം, അതിൻ്റെ യൂട്ടിലിറ്റിയെ പറ്റിയിട്ടുള്ള ഒരു ബോധ്യവും കുറേശ്ശെയായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ഒക്കെ എത്രമാത്രം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇതിനൊക്കെ എന്ത് ഗതിവേഗം ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ അത്തരമൊരു ഗതിവേഗം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നേതൃത്വ നിര, സംഘടനാ സ്ഥിതി, സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ ഒന്നും ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൽ കോൺഗ്രസ് പാർട്ടി അടക്കമുള്ള വലിയ പാർട്ടിയാണ്, പക്ഷെ അവർക്കൊന്നും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ പക്ഷെ എന്നാലും ഞാൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചപ്പോഴും ഞാൻ ഈ 77 സാഹചര്യത്തെ പറ്റി പറയുണ്ടായി. 77 ഒരു നേതാവും ഇല്ലാത്ത സമയത്താണ് ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ട്
ഒരു വലിയ രീതിയിലുള്ള അത്ഭുതകരമായ ഒരു ഭരണമാറ്റം ഉണ്ടായത്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതുമല്ല. അതാണ് ഈ പറഞ്ഞ രീതിയിൽ ഇലക്ട്രൽ ബോണ്ടുകളുടെ അനാവരണം, അതിനുശേഷം നടന്നിട്ടുള്ള കോൺഗ്രസിനെതിരായിട്ടുള്ള നീക്കം, കേജ്രിവാളിനെതിരായിട്ടുള്ള നീക്കം, ഇതിൻ്റെ എല്ലാം ഒരു ആകത്തുക. പിന്നെ ഇതെല്ലാം ഈ പറഞ്ഞ രീതിയിൽ ഈ പറഞ്ഞ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും, അഖിലേഷ് യാദവാണ് പിന്നെ ഈ ഇന്ത്യ റാലിയിൽ ചോദിച്ചത്, നിങ്ങൾക്ക് 400-ൽ കൂടുതൽ സീറ്റ് കിട്ടുമെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് കേജ്രിവാളിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലെടുത്ത് അദ്ദേഹത്തെ പ്രധാന രംഗത്ത് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത് എന്നാണ് അഖിലേഷ് ചോദിച്ചത്. ഈ ചോദ്യം സാധാരണക്കാരിൽ ചോദിക്കുന്ന ഒരു വിശേഷം ഉത്തരേന്ത്യയിലെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഈ രാഷ്ട്രീയത്തിൽ സ്ട്രോസ് ഇൻ ദ വിൻഡ് എന്നൊരു പ്രയോഗമുണ്ട്. ഈ കാറ്റിൽ പറക്കുന്ന വൈക്കോലുകൾ അത് എന്തിൻ്റെയൊക്കെ സൂചനയായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഈ കാറ്റിൽ പറക്കുന്ന വൈക്കോലുകൾ എന്താണ് എന്നുള്ളത് ഒന്ന് പിടിച്ചെടുത്ത് പഠിക്കാനുള്ള ഒരു സാവകാശം നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആ സാവകാശം ഈ കഴിഞ്ഞ ഈ വളരെ ദീർഘമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനിടയിൽ നമുക്ക് ഡെവലപ്പ് എടുക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിപ്പോൾ നേരത്തെ മുതൽ പറഞ്ഞത് ജനാധിപത്യം അപകടത്തിലാണ് എന്ന് പ്രതിപക്ഷ നേതാക്കളും ഒരു മതനിരപേക്ഷ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളൊക്കെ നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇത് സാധാരണക്കാരുടെ മുമ്പിലേക്ക് തന്നെ എതിർക്കുന്ന ആളുകളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ പാകത്തിലേക്ക് ഭരണകൂടവും ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നവരോ മാറിയിരിക്കുന്നു എന്ന് തോന്നൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യം അപകടത്തിലാണ് എന്ന പറച്ചിലിന് കുറെ കൂടെ ആഴത്തിലുള്ള അർത്ഥം കിട്ടുന്നൊരു സാഹചര്യം രാജ്യത്തുണ്ട് എന്നാണോ? തീർച്ചയായും അതാണ് ബേസിക്കായിട്ട് വെച്ചാൽ ഇത് വെറും പ്രചാരം മാത്രമല്ല, ഇതൊരു പ്രചാരണം മാത്രമല്ല, ഇത് പ്രതിപക്ഷക്കാർ മാത്രം പറയുന്ന സംഭവമല്ല, ഇത് വളരെ പ്രകടമായി കാണുന്നതാണ്. പ്രത്യേകിച്ചും ഈ അഴിമതിയെ പറ്റിയുള്ള ഇരട്ടത്താപ്പും കൂടി ഇതിന്റെ ഭാഗമായിട്ട് വരും. ഇപ്പം നിർമ്മലാ സീതാരാമനാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് അഴിമതി കേസുകളിൽ 24 കേസുണ്ടെങ്കിലും 25 കേസുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ജനാർദ്ദൻ റെഡ്ഡിയെ തിരിച്ചെടുക്കുന്ന സമയത്താണ് അവർ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഈ തരത്തിലുള്ള പരസ്യ പ്രസ്ഥാനങ്ങൾ വരുന്നു. അതെല്ലാം ഒരു ഔദ്യോഗികത്തിന്റെ സൂചനയായിട്ട് ജനങ്ങൾ കാണുന്നു. അതുപോലെ ഈ പറഞ്ഞ രീതിയിൽ വൈറ്റ് വാഷിങ്ങിന്റെ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ സിൻഡ്രോമിന്റെ പ്രതിഫലനമായിട്ട് 2014 മുതൽ മാറി വന്ന അഴിമതി ആരോപണങ്ങൾ നേരിട്ട 25 പേരിൽ 23 പേരുടെയും കേസുകൾ പിൻവലിക്കപ്പെടുന്നു. അതുപോലെ ഈ ഇലക്ട്രൽ ബോണ്ടിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് റെയ്ഡ് നടക്കുന്നു, അതിനുശേഷം സംഭാവന വരുന്നു, ആ കേസില്ലാതാവുന്നു. ഇതിനൊക്കെ ഈ പറഞ്ഞ രീതിയിൽ കൂട്ടി വായിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേരത്തെ ഒരു 3 മാസം മുമ്പ് വരെ ഈ BJPക്ക് കിട്ടുന്ന സീറ്റിന്റെ കണക്ക് മാത്രം എത്രയായിരിക്കും, അത് 270 ആയിരിക്കുമോ അല്ലെങ്കിൽ 300 ആയിരിക്കുമോ 320 ആയിരിക്കുമോ എന്ന് പറയുന്ന ഒരു സംശയം മാത്രം പറഞ്ഞിരുന്ന പല BJPയെ പിന്തുണയ്ക്കുന്ന ആൾക്കാരും കോൺടെസ്റ്റ് കൂടുതൽ ടഫായിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന ചോദ്യം ഞാൻ അടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകരോട് ചോദിക്കുന്ന ഒരു വിശേഷം ഇപ്പോൾ സംജാതമായിട്ട്. റൈറ്റ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ഊർജിതമാകുമ്പോൾ പുതിയ വിഷയങ്ങൾ വരുന്നു. ആ വിഷയങ്ങൾ ഒരുപക്ഷെ നമ്മൾ മുൻപ് ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കും എന്ന് വിചാരിച്ചിരുന്ന പല വിഷയങ്ങളെയും മാറ്റിക്കൊണ്ട് പുതിയ നറേറ്റീവുകൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന സാഹചര്യം നിലവിലുണ്ട്. അതെങ്ങോട്ടാണ് മുമ്പോട്ട് പോവുക എന്ന് കാത്തിരുന്ന് കാണാം. ഈ സംസാരം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം.